നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 280th day. Today 61st sloka of 4th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 280ാം ദിവസം. ഇന്ന് 4ാമത്തെ അധ്യായത്തിലെ 61ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 4ാമത്തെ അധ്യായത്തിലെ 61ാമത്തെ ശ്ലോകം. ഏകദാ ഭഗിനി തസ്യാ തദ്ഗൃഹേ സ്വേച്ഛയാ ഗതാ തദഗ്രേ കദിതം സർവം ചിന്തേയം മഹദീഹി മേ. ഓം തത്സത്. ഏകദാ ഭഗിനി തസ്യാ തദ്ഗൃഹേ സ്വേച്ഛയാ ഗതാ തദഗ്രേ കദിതം സർവം ചിന്തേയം മഹദീഹി മേ. ഓം തത്സത്. ഒരു ദിവസം അവളുടെ സഹോദരി ഒറ്റയ്ക്ക് അവളെ കാണുവാൻ വേണ്ടി യാദൃച്ഛികമായി അവിടെ വന്നു ചേർന്നു. അപ്പോൾ ദുന്ദുലി അവളോട് എല്ലാ സങ്കടവും പറഞ്ഞ് തന്നുള്ളിലുള്ള ചിന്തകളും സങ്കടങ്ങളും എല്ലാം ആ സഹോദരിയോട് പറഞ്ഞു കൊടുത്തു. ഈ ശ്ലോകത്തിൽ ആ സഹോദരി വന്നിട്ട് സഹോദരിയോട് എല്ലാം പറഞ്ഞു. ഒറ്റയ്ക്ക് സഹോദരി വന്നു, അനുജത്തി വന്നു. അനുജത്തി വന്നപ്പോൾ അനുജത്തിയോട് എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് ആത്മദേവൻ വളരെയേറെ പ്രയത്നം ചെയ്ത് സന്യാസിയോട് അപേക്ഷിച്ച് ഒരു ഫലം കൊണ്ടുവന്ന് തൻ്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തെങ്കിലും ഭാര്യ അത് ഭക്ഷിക്കുന്നതിന് മുൻപേ 1000 കാര്യങ്ങൾ ചിന്തിച്ച് ആ ഫലം ഭക്ഷിച്ചാൽ നന്മയുണ്ടാകില്ല, ദോഷമാണ് ഉണ്ടാകുക എന്ന് പറഞ്ഞ് ആ ഫലം ഭക്ഷിക്കാതെ കളഞ്ഞു. പശുവിനാണ് ഇട്ട് കൊടുക്കുന്നത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അവൾ തൻ്റെ തോഴിയോട് സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ആ ഫലം ഉപേക്ഷിച്ചതിന് ശേഷം അവൾക്ക് വല്ലാത്ത ഒരു വിഷമമുണ്ടായി. തൻ്റെ ഭർത്താവ് അത് കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ കഴിച്ചു എന്ന് പറയുകയും ചെയ്തു. കള്ളത്തരം പറഞ്ഞതിൻ്റെയും കുടിലയാണെങ്കിലും താൻ ചെയ്ത തെറ്റോർത്ത് ഇപ്പോൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ സന്താനം ഉണ്ടാകണം, 10 മാസം കഴിഞ്ഞാൽ കുട്ടിയെ പ്രസവിക്കണം, കഴിച്ചു എന്നാണ് പറയുകയും ചെയ്തത്. അതൊക്കെ ഓർത്ത് അവൾക്ക് ഏറെ ചിന്തയും ദുഃഖവും ഉണ്ടായി. അപ്പോൾ യാദൃച്ഛികമായി അവളുടെ അനുജത്തി ഒരു ദിവസം അവളുടെ വീട്ടിൽ വന്നു ചേരുകയും അവൾ ആ അനുജത്തിയോട് തൻ്റെ മനസ്സിലുള്ള കഥകളെല്ലാം ചിന്തകളെല്ലാം പറയുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ആ കഥയുടെ ഫ്ലോ വിട്ടുപോകുമെന്ന് കരുതിയിട്ടാണ് ആദ്യം മുതലേ നടന്ന സംഭവങ്ങൾ കുറച്ചായിട്ട് പറയുന്നത്. ഇപ്പോൾ അനുജത്തി ഒറ്റയ്ക്ക് തൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവൾ എല്ലാ കാര്യവും അനുജത്തിയോട് പറഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഏകദാ ഭഗിനി തസ്യാ തദ്ഗൃഹേ സ്വേച്ഛയാ ഗതാ തദഗ്രേ കദിതം സർവം ചിന്തേയം മഹദീഹി മേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓം തത്സത്.